അപൂർവ രോഗമുള്ള കുഞ്ഞിന് ചികിത്സാ സഹായം ചോദിച്ചെത്തിയ അമ്മയോടും കുഞ്ഞിനോടും കരുണ കാട്ടാതെ സുരേഷ് ഗോപി. ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണാനായിരുന്നു മറുപടിയെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. കോയമ്പത്തൂരിൽ താമസിക്കുന്ന സിന്ധുവാണ് സുരേഷ് ഗോപിയുടെ മകന് വേണ്ടി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചത്. വളരെ റയർ ഡിസീസാണ്. മാസ്റ്റോസൈറ്റോസിസ് എന്ന പേര്. ഇപ്പോൾ ഇതിന് 2-ാം മാസം തുടങ്ങിയതാ. ഇപ്പോൾ 1.25 വയസ്സായി. ഇതിന് കറക്റ്റായി ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പം ബോൺ മാരോ ചെയ്തു, പിന്നെ ബോൺ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സാറ് ഗോവിന്ദ മാഷെ കാണാൻ പറഞ്ഞു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, ഇത് എവിടെ വെച്ചായിരുന്നു ഈ സുരേഷ് ഗോപിയുടെ ഈ പെരുമാറ്റം? ഈ കോയമ്പത്തൂരിൽ നിന്ന് എങ്ങനെയാണ് സുരേഷ് ഗോപി അന്വേഷിച്ച് ഇവരെ എത്തിയത്? എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ? സിജു, ഇന്നലെ ഗുരുവായൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് പ്രസാദ ഊട്ടുണ്ടായിരുന്നു. ഈ സിന്ധു, കോയമ്പത്തൂർ സ്വദേശിനിയായ സിന്ധുവിനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. സിന്ധു കുഞ്ഞിനെയും കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയതായിരുന്നു. ആ ക്ഷേത്രത്തിൽ വന്ന് നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപിയെയും സംഘത്തെയും കണ്ടത്. സുരേഷ് ഗോപിയെ സിന്ധുവിന് നേരത്തെ മുഖപരിചയമുണ്ട്, കണ്ടുപരിചയമുണ്ട്. കോടീശ്വരൻ പരിപാടി ഏറെക്കാലം സ്ഥിരമായി കണ്ടിരുന്നയാളാണ് താനെന്നാണ് സിന്ധു പറയുന്നത്. ആ കോടീശ്വരൻ പരിപാടിയിലൂടെ കണ്ട് വളരെ പരിചയമുണ്ട് സുരേഷ് ഗോപിയെ. സുരേഷ് ഗോപി സാർ എന്ന് ആണ് അവർ സംബോധന ചെയ്തത്. അവർക്കറിയാം. കാരണം ഈ കോടീശ്വരൻ പരിപാടിയിൽ തന്നെ നേരത്തെ ഒരുപാട് പേരെ സുരേഷ് ഗോപി സഹായം, ആ പരിപാടിക്കിടയിൽ തന്നെ സഹായം വാഗ്ദാനം ചെയ്യുകയും സഹായം നൽകുകയും ചെയ്തതൊക്കെ ആയിട്ട് അറിയാം. ഇതെല്ലാം പബ്ലിസിറ്റിയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ തന്നെ നമുക്കത് വിശ്വസിക്കേണ്ടി വരും. കാരണം ഈ സിന്ധുവിന് വേണ്ടി ഒരു സഹായം ചെയ്താൽ തനിക്കൊരു പ്രയോജനവുമില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് സുരേഷ് ഗോപി അത് ചെയ്യാത്തതെന്ന് നമുക്ക് തിരിച്ചറിയാം. കാരണം ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് ഒരു വോട്ട് ലഭിക്കാനുള്ളൊരു സാധ്യത ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ ഒഴിവാക്കിയത്. നിഷ്കരണം അവരെ ഒഴിവാക്കി ദേഷ്യത്തോടു കൂടി സുരേഷ് ഗോപി അവരോട് പറയുകയാണ്, നിങ്ങൾ ഗോവിന്ദൻ മാഷെ പോയി കാണുക എന്ന്. ഈ ഗോവിന്ദൻ മാഷെ കാണാൻ പറഞ്ഞതുകൊണ്ട് ഈ സിന്ധുവിന് അറിയില്ല. സിന്ധുവിൻ്റെ മകൻ അശ്വിന് വേണ്ടിയാണ് സിന്ധു ഈ ഒരു ചികിത്സാ സഹായം തേടിയത്. പ്രതിമാസം 50,000 രൂപയോളം നിലവിൽ ചികിത്സാ ചെലവ് ഇപ്പോൾ തന്നെ ഈ കുട്ടിക്ക് വേണ്ടി വരുന്നുണ്ട്. ഇതിനിടയിലാണ് കൂടുതൽ സഹായം ബോൺമാരോ ഉൾപ്പെടെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്ന ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെയാണ് ഇവർക്ക് അറിയാമായിരുന്നത്. മാത്രമല്ല, ഇദ്ദേഹം നേരത്തെ വലിയ തരത്തിലുള്ള ഈ സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. അത്രയ്ക്ക് കാരുണ്യവാനാണ് എന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ കോയമ്പത്തൂരിൽ നിന്നും സിന്ധുവും മകനെയും കൊണ്ട് വരികയും ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ഈ കരുണയുമായി ബന്ധപ്പെട്ട കള്ളത്തരങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മളടക്കം ചില വാർത്തകളിലൂടെ ആലപ്പുഴയിൽ ഒരു വിദ്യാർത്ഥിക്ക് സഹായം നൽകാമെന്ന് പറഞ്ഞിട്ട് നൽകാതിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. സ്വാഭാവികമായും ഈ ടെലിവിഷനിലൂടെ കണ്ടു പരിചയിച്ച ഒരു നടൻ എന്നുള്ള അർത്ഥത്തിൽ കാണാൻ വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അവർ ന്യായമാണ്, അവരുടെ കുഞ്ഞിൻ്റെ ഒരു അപൂർവ രോഗമാണ് ബാധിച്ചത്, അതുകൊണ്ട് തന്നെ ആ സഹായം ചോദിക്കുകയും ചെയ്തു. പക്ഷേ സുരേഷ് ഗോപിക്ക് കാര്യം മനസ്സിലായിരിക്കുന്നത് ഇത് ഇവിടുത്തെ വോട്ടർ അല്ല, കോയമ്പത്തൂരുകാരിയാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും കഴിയുന്നത്. അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ഇവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ മറ്റോ ഇവർക്ക് ധാരണയുണ്ടോ? അത്തരത്തിലൊരു ധാരണയും ഈ സിന്ധുവിനില്ല. കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്കറിയാവുന്നത് അവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അവരുടെ ജീവിതം, അവരുടെ കുഞ്ഞിൻ്റെ ചികിത്സ, ഇത്തരം കാര്യങ്ങളാണ്. അവർക്ക് സുരേഷ് ഗോപിയുടെ ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും അറിയില്ല. അവർ ഗുരുവായൂരിലെത്തുന്നത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി എത്തുന്നു. അവിടെ എത്തുമ്പോൾ സുരേഷ് ഗോപിയെ കാണുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോടീശ്വരൻ പരിപാടിയിൽ കണ്ട് പരിചയമുള്ള, കാരണം തൻ്റെ കുഞ്ഞിന് വേണ്ടി ആരുടെ സഹായം തേടണം എന്ന കാത്തിരിക്കുന്ന ആ അമ്മയ്ക്ക് അവർക്ക് മുന്നിൽ സുരേഷ് ഗോപിയെ കാണുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ കോടീശ്വരൻ പരിപാടിയിൽ ഒരുപാട് നന്മകൾ ചെയ്തതായുള്ള അത്തരത്തിലുള്ളൊരു പ്രചാരണമാണ്. ഇതെല്ലാം അഭിനയമായിരുന്നു എന്ന് വെളിവാക്കുന്നതാണ് സിജു ഈ സംഭവം. കാരണം അവർ ചോദിച്ചപ്പോൾ
പ്രതികരണത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അതായത് രാഷ്ട്രീയമായാണ് സുരേഷ് ഗോപി അവിടെയും പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് അവരോട് അന്വേഷിക്കാൻ തയ്യാറായില്ല. സുരേഷ് ഗോപി ഇന്നലെ ഗുരുവായൂർ വന്നതിനും രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം അവസാനിക്കുന്നതോടനുബന്ധിച്ചുള്ള പ്രസാദകൂട്ടിൽ സുരേഷ് ഗോപി വന്ന് ആളുകൾക്ക് ഈ പ്രസാദം വിതരണം ചെയ്യും, ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. ഇതെല്ലാം വോട്ട് ലക്ഷ്യമിട്ടുള്ള പരിപാടികളായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഇതിനു മുൻപും ഒന്നിലധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതവണ പലരും സഹായം തേടി വന്നപ്പോൾ നിഷ്കരണം തള്ളിക്കളഞ്ഞത്. ഒരു പരിപാടി ഒരു പരാതി, ഒരു സ്ത്രീയുടെ പരാതി നമ്മൾ തന്നെ നേരത്തെ വാർത്തയായി നൽകിയതാണ്. അവണിശ്ശേരി ഭാഗത്തുള്ള ഒരു BJP നേതാവിനെതിരെയുള്ള ഒരു പരാതി വന്നപ്പോൾ സുരേഷ് ഗോപി അതിൽ ഇടപെടാതെ അവരെ ഒഴിവാക്കി കളഞ്ഞു. എനിക്കതൊന്നും നോക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. മറ്റൊരു പരാതി പിന്നീട് വന്നപ്പോൾ ഒരു ആവശ്യം, ഒരു സഹായം തേടി ഒരു സ്ത്രീ എത്തിയപ്പോൾ നിങ്ങളുടെ ആൾക്കാരെ പോയി കാണൂ, ഗോവിന്ദ മാഷെ പോയി കാണുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ സിന്ധുവിന് അറിയില്ല ഗോവിന്ദ മാഷ് ആരാണെന്ന് അറിയില്ല, സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അറിയില്ല. അങ്ങനെയാണ് ഈ ഗോവിന്ദൻ മാഷെ പോയി കാണൂ എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ ഇവർ പ്രതീക്ഷയാണ് ഇവരുടെ ഉള്ളിൽ. ഇവർ വിചാരിക്കുന്നത് സുരേഷ് ഗോപി ആരാണെന്ന് അറിയില്ല, ഒരു പക്ഷേ അദ്ദേഹത്തെ പോയി കണ്ടാൽ ഒരുപക്ഷേ ഇതിന് മുമ്പും ഇതുപോലെ ഒരു വേദിയിൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, ആരോ സഹായം അഭ്യർത്ഥിച്ച് വന്നപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററെ പോയി കാണൂ എന്ന് പറയുകയും ചെയ്തു. ഗോവിന്ദൻ മാസ്റ്ററെ പോയി കണ്ടാൽ കാര്യം നടക്കുമെന്ന് സുരേഷ് ഗോപിക്ക് കൂടി അറിയാമായിരിക്കും. ഏതായാലും കരുണാമയനെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരഘോഷം നടത്തുന്ന സുരേഷ് ഗോപിയുടെ ഒരു കള്ളത്തരം കൂടി ഇവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും തിയോഫിൻ നൽകിയത്.